ഇന്നത്തെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 അമിതിൻ്റെ ഫാമിലി വന്ന എപ്പിസോഡ് കാണാത്തവർ എന്തായാലും കണ്ടോളൂ. അത്രയ്ക്ക് കിടിലമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. വീടിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു അമിതിന്റെ ഭാര്യയും മകളും കൂടി. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മോട്ടിവേഷൻ. സ്വന്തം ഭർത്താവിനെ ഇരുത്തി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമിതിന്റെ ഭാര്യ. നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിലാണെങ്കിൽ പുറത്തുനിന്ന് വന്നാൽ ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന്. എന്നാൽ ഇവിടെ അതൊന്നും പറയുന്നില്ല. എത്ര കാര്യങ്ങളാണ് അമിതിൻ്റെ ഭാര്യ വന്നതിന് ശേഷം അമിതിനായി പറഞ്ഞു കൊടുത്തത്. ശരിക്കും അങ്ങനെയൊക്കെ കുറച്ച് പറയുവാനുള്ള അവസരം നൽകണം. എങ്കിലല്ലേ കളിയുടെ ഗതി തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുക. അമിതിനെ ബാക്ക് സ്റ്റാമ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്, അമിതിൻ്റെ വീക്ക് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭാര്യ വന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അമിതിൻ്റെ ഭാര്യയും മകളും ചേർന്ന് എല്ലാ ഹൗസ്മേറ്റ്സിനെയും വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻ ചെയ്തു. എല്ലാവരും ചേർന്ന് പാട്ടെല്ലാം പാടി ഒരു ആഘോഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദിവ്യ ഇടയ്ക്കിടെ പറയുന്നുണ്ട് വീട്ടിൽ പോയാൽ ഉടനെ തന്നെ കൊച്ചിനെ ഒഴിഞ്ഞിടണമെന്ന്. അത്രമാത്രം കണ്ണുപറ്റാൻ സാധ്യതയുണ്ട്. എന്തൊരു രസമായിരുന്നു അവരുടെ എപ്പിസോഡ് കാണുവാൻ. കാണാത്തവർക്ക് ശരിക്കും ഇതൊരു നഷ്ടം തന്നെയായിരിക്കും. ഇതുവരെ ഒരു ഫാമിലിയും വന്നിട്ട് ഇത്രയ്ക്കും എൻ്റർടൈൻ ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നിമിഷം പോലും നമ്മൾ എപ്പിസോഡിൽ നിന്ന് കണ്ണടിക്കില്ല. അത്രമാത്രം എൻ്റർടൈൻ തന്നെയായിരുന്നു. ഹൗസ്മേറ്റ്സിന് എല്ലാവരെയും അമിതിൻ്റെ ഭാര്യ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകമായി സാൻഡ്രയോട് പറഞ്ഞു, ദയവ് ചെയ്ത് ആ പ്രജിൻ്റെ ഷർട്ട് ഒന്ന് തിരിച്ചു തരാമോ. ഞാൻ പ്രജിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ അത് പാർസൽ ചെയ്യാമെന്ന്. കാരണം അത് കണ്ട് ബോറടിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാറുവിൻ്റെയും കമറുദ്ദീൻ്റെയും ലവ് ഡ്രാമയെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും എല്ലാവർക്കും കുത്തൻ്റെ രീതിയിലെല്ലാം കുത്തിക്കൊടുത്തിട്ടുമുണ്ട്. ശരിക്കും അമിതിൻ്റെ ഭാഗ്യമാണ് ഇതുപോലൊരു ഭാര്യയെ ലഭിച്ചത് തന്നെ. എന്തൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യയാണ്. സാധാരണഗതിയിൽ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കേൾക്കുന്നത് ഓരോരുത്തരുടെ ജീവിതം തകർന്നു പോകുന്നതൊക്കെയാണ്. എന്തായാലും ദൈവം ഇവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിലും ഇവർക്ക് നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.